നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നമ്മളിത് ആരോറൂട്ട് ബിസ്ക്കറ്റും ക്യാരറ്റും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ആരോറൂട്ട് ബിസ്ക്കറ്റ് ഒരു 18 ബിസ്ക്കറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് മിക്സി ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു 250 ഗ്രാം ക്യാരറ്റ് ഒന്ന് നല്ലപോലെ തൊലിയൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആ ഒരു പാനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്തിട്ട് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. കൂടത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കണേ. ഒന്ന് ഏകദേശം ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയും കൂടെ തന്നെ 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളന്ന് ചേർത്താലും മതി. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചിട്ട് ആദ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇനി ഒരു 1/4 കപ്പ് അളവിൽ പാല് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. ഈ ഒരു ടൈമിൽ 1/4 കപ്പ് പാല് കുറച്ച് വിധം 2-3 ബാഗ്സായിട്ട് ചേർത്ത് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്തെടുക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്ന് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ട്രേയിലേക്കൊന്ന് മാറ്റി നല്ലപോലെ പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ 2 ഒരു ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ലെയറാണ് കേട്ടോ ക്യാരറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രേയിലേക്ക് കുറച്ച് ബേക്കിംഗ് പേപ്പർ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രേയിൽ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരു 1.25 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. കപ്പളവ് 250 ml ആണ് ഒരു കപ്പ്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല. തേങ്ങ ചിരകിയത് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് മിക്സി ജാറിലൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. കൂടെ തന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മിക്സാണ് ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് ക്യാരറ്റിൻ്റെ ടോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാവേ. അപ്പോൾ 2 ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഏകദേശം 1 മണിക്കൂർ ടൈം ഒന്നുകിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം അല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും മതി കേട്ടോ. നല്ലപോലെ സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് പതിയെ എടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ടോപ്പിലേക്ക് കുറച്ച് ഒരു പിസ്തയും കൂടി കൊടുത്തിട്ട് നട്ട്സ് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കൊടുത്തൊന്ന് ടോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മളിതിലേക്ക് ആ ഒരു ബിസ്ക്കറ്റും ക്യാരറ്റും ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ബർഫിക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്മസിനൊന്ന് ട്രൈ ആക്കി നോക്കണേ. മറ്റേ റെസിപ്പിയായിട്ട് വരാം. താങ്ക്